മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരണപ്പെട്ട സംഭവം ഏറെ ഞെട്ടലോടെയാണ് നാം ഓരോരുത്തരും അറിഞ്ഞത്. നിരവധി കുട്ടികളുടെ മരണത്തിനിടയാക്കിയ വിവാദ ചുമമരുന്ന് കോൾഡ്രിഫ് ഇപ്പോൾ തെലങ്കാനയും നിരോധിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശ്, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങൾ മരുന്ന് നിരോധിച്ചതിന് പിന്നാലെയാണ് തെലങ്കാന സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്. അതേസമയം ചുമമരുന്ന് കഴിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 14 ഉയർന്നു. മധ്യപ്രദേശിൽ ചിദ്വാര മേഖലയിലെ പാരാസിയയിലാണ് ചുമമരുന്ന് കഴിച്ച് 9 കുട്ടികൾ മരിച്ചത്. മഹാരാഷ്ട്രയിൽ 2ഉം രാജസ്ഥാനിൽ 1 കുട്ടിയും മരിച്ചിരുന്നു. അതിനിടെ മധ്യപ്രദേശിൽ കുട്ടികൾക്ക് ചുമമരുന്ന് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റിലായി. തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഉൽപാദന കേന്ദ്രത്തിൽ കഴിഞ്ഞ 2 ദിവസമായി പരിശോധനകൾ നടന്നുവരികയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കാണ് ഇവർ മരുന്ന് വിതരണം ചെയ്യുന്നത്. സിറപ്പ് കഴിച്ച കുട്ടികൾ മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാടും കേരളവും ചുമമരുന്നിന്റെ വിൽപ്പന നിരോധിച്ചത്. തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി നിർമ്മിക്കുന്ന കഫ് സിറപ്പിന്റെ വിൽപ്പന ഒക്ടോബർ 1 മുതൽ നിരോധിച്ചാണ് തമിഴ്നാട് ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉത്തരവിറക്കിയത്. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും കുട്ടികളുടെ മരണത്തിന് കാരണം പനിക്കും ചുമക്കും നിർദ്ദേശിക്കുന്ന കോൾഡ്രിഫ് കഴിച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു. കഫ് സിറപ്പ് കഴിച്ച കുട്ടികളിൽ ഛർദിയും വയറിളക്കവും ഉൾപ്പെടെ ഡൈത്തലീൻ ഗ്ലൈസോൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് പ്രകടമായത്. അതേസമയം ചുമമരുന്ന് കോൾഡ്രിഫ് കേരളത്തിൽ നിരോധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. കഫ് സിറപ്പുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അണുബാധയുള്ള കഫ് സിറപ്പുകൾ കഴിച്ച് കുട്ടികൾ മരിച്ചതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുകയോ നൽകുകയോ ചെയ്യരുതെന്നാണ് നിർദ്ദേശം.